എമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു സ്റ്റാർട്ടറാണ്, എഗ് 65. കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഈ സ്റ്റാർട്ടർ നമ്മൾക്ക് സ്നാക്കായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് നമ്മൾക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എഗ് 65 ഉണ്ടാക്കാനായി ഞാനിവിടെ 4 മുട്ട പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കൂടി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾക്ക് ഈ പുഴുങ്ങിയ മുട്ടയെല്ലാം ഒന്ന് ചെറുതായി അരിഞ്ഞെടുത്ത് വയ്ക്കണം. അതിനായി ആദ്യം നമ്മൾക്ക് മുട്ടയൊന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്ത മുട്ടയെല്ലാം ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കൊരു പക്കോട പോലെ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അതിനുവേണ്ടി ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ കടലമാവ് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ മൈദ കൂടി നമ്മൾക്ക് ചേർക്കാം. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഒരു സവോള ചേർക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൊത്തിയരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞതും ചേർക്കാം. അതേപോലെ തന്നെ 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കറിവേപ്പില പൊടിയായി അരിഞ്ഞതും കൂടി ചേർക്കാം. ഇനി പക്കോടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി നമ്മൾക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി വരാനായി നമ്മൾക്ക് ഒരു മുട്ട കൂടി നമ്മൾക്ക് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. വെള്ളം ചേർക്കാതെ തന്നെ ഈ മുട്ട വെച്ച് നമ്മൾക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലപ്പൊടികളെല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമ്മൾക്ക് പക്കോട ഉണ്ടാക്കാൻ വേണ്ടി കുറച്ചും കൂടി ലൂസായിട്ടുള്ള ഒരു മാവാണ് ആവശ്യം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ എഗ് പക്കോട ഉണ്ടാക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാനിൽ എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾക്ക് മാവിൽ നിന്ന് ചെറിയ ചെറിയ ബോളുകളായി എടുത്ത് പക്കോട ഫ്രൈ ചെയ്തെടുക്കാം. 2 ഭാഗവും നന്നായി മൊരിഞ്ഞു കഴിയുമ്പോൾ നമ്മൾക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ എഗ് പക്കോടയെല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എഗ് 65 ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകമിട്ട് പൊട്ടിച്ചെടുക്കാം. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾക്ക് 3 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 3 പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഞാനിവിടെ നീളത്തിൽ അരിഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ സവോള നീളത്തിൽ അരിഞ്ഞത് കൂടി നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടിയിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവോളയൊന്നും ബ്രൗൺ കളർ ആവേണ്ട കാര്യമില്ല, ചെറുതായി ഒന്ന് വഴന്നു വന്നാൽ മതിയാകും. ഇപ്പോൾ സവോളയെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് റെഡ് ചില്ലി സോസ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടറാണ്. നന്നായി ഒന്ന് വഴറ്റി പച്ചമണം മാറ്റുക. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് നമ്മൾക്ക് ആഡ് ചെയ്യാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത്
ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് പക്കോട ചേർക്കുക. നന്നായി ഒന്ന് വഴറ്റി മിക്സ് ചെയ്തെടുക്കുക. എഗ് 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റിയും സ്പൈസിയുമായിട്ടുള്ള എഗ് 65 നിങ്ങൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.